ഇവിടെ 2 വീക്സ് എത്തുമ്പോഴാട്ടോ ഗ്രോസറീസ് മേടിക്കുന്നത്. സോ ഈ പ്രാവശ്യം മേടിച്ച ഗ്രോസറീസ് എന്തൊക്കെയാണെന്ന് കാണാം. ഇവിടെ ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് മാത്രമാണ് മേടിച്ചേക്കുന്നത്. സോ അതിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ എഗ്. ഇവിടെ ഡെയിലി നമ്മൾ എഗ്ഗ് കഴിക്കാറുണ്ട്, അതുകൊണ്ട് ഡെയിലി നമ്മൾ എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക്. നാട്ടിൽ എനിക്ക് തോന്നുന്നു മിൽക്ക് ഇങ്ങനെയല്ലല്ലോ, 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലായിട്ടല്ലേ കിട്ടുന്നത്. ഇവിടെ മിൽക്ക് വരുന്നത് 4 ലിറ്റേഴ്സിൻ്റെ ഒരു 2 ലിറ്റേഴ്സിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. ഇത് 4 അല്ലേ? 4 ലിറ്റേഴ്സിൻ്റെ ഇതായിട്ടാണ് ഇവിടെ മിൽക്ക് വരുന്നത്, നാട്ടിലത്തെ പോലെ അല്ല. പിന്നെ തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ നാട്ടിൽ കിട്ടില്ലേ, അതുപോലെ നല്ല കട്ടിയുള്ള കേടാട്ടോ, നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. അങ്ങനത്തെ 2 ബിക്കോസ് ഇവിടെ മോര് കറി ഡെയിലി കഴിക്കും, അതുപോലെ തന്നെ നമ്മൾ സാലഡും ഡെയിലി കഴിക്കും. അപ്പോൾ തൈര് ഇവിടെ മസ്റ്റാണ്. പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഉരുളക്കിഴങ്ങ് ഇവിടെ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മസാല ദോശയൊക്കെ ഉണ്ടാക്കും. മിക്കപ്പോഴും വീഡിയോ കാണുന്നവർക്കറിയാം, മിക്കപ്പോഴും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ആയിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം നാട്ടിലത്തേനെക്കാട്ടും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നല്ല വലിയ നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ ഉള്ളത് ടൊമാറ്റോസാണ്. ഈ പറഞ്ഞ പോലെ തക്കാളി, നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കും ഡെയിലി. അപ്പം തക്കാളി ചമ്മന്തിക്കും പിന്നെ സാലഡിനും വേണ്ടിയിട്ട് ടൊമാറ്റോസ് ഉണ്ടാകും. പിന്നെ ബേബി ക്യാരറ്റ്സ്. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ബേബി ക്യാരറ്റ്സ് ആയിട്ട് കിട്ടും. ഇത് അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, കാരണം നമുക്ക് സാലഡിനൊക്കെ ആണെങ്കിലും ബേബി ക്യാരറ്റ്സ് ഇടാം. അപ്പോൾ അതുകൊണ്ട് ബേബി ക്യാരറ്റ്സ്. പിന്നെ നെക്സ്റ്റ് തിങ് മല്ലിയില. കറികളിലൊക്കെ മല്ലിയില ഇടുന്ന ഭയങ്കര ടേസ്റ്റാണ്. മോരുകറിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ എന്ത് നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കിയാലും ഫിഷ് ഒഴിച്ച് ബാക്കി എന്തുണ്ടാക്കിയാലും ഇത് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആട്ടോ. അത് കഴിഞ്ഞു. പിന്നെ സവാള, ആസ് യൂഷ്വൽ ഓണിയൻസ്. ഇവിടെ വൈറ്റ് ഓണിയൻസ് ആണ് കേട്ടോ കിട്ടുന്നത്. വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്, നമ്മൾ വൈറ്റാണ് യൂസ് ചെയ്യാറ്. പിന്നെ അഗെയിൻ ഗാർലിക്ക് ഇതുപോലത്തെ ഒരു ഇതാണ് നമ്മൾ മേടിക്കുന്നത്, ബിക്കോസ് ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് കുറേ മേടിച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകും, അതുകൊണ്ട് 2 ഗാർലിക്ക്. പിന്നെ ലെമൺ, ലൈം 3 എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡ്രസ്സിങ്ങിന് ഇടാനും അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഒരു പീത്ത ബ്രെഡ് പോലത്തെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് മേടിച്ചത് ഞങ്ങൾക്ക് വന്നിട്ട് ഷവർമ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുബൂസ് മേടിച്ചു. പിന്നെ വെജിറ്റബിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഈ ഒരു ക്യാബേജും ഈ ഒരു വെണ്ടയ്ക്കയും പിന്നെ ജിഞ്ചർ. പിന്നെ അപ്പം കഴിക്കാൻ കൊതിയായിട്ട് അപ്പത്തിൻ്റെ പൊടി മേടിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. പിന്നെ ഹാൻഡ് ഡ്രസ്സിങ്. ഇവിടെ ഒരാൾക്ക് മതിയായി വീഡിയോ എടുത്ത്. ടൊമാറ്റോ സോസ്, പിന്നെ വെജിറ്റബിൾ ഓയില്, പിന്നെ നെസ്കഫേയുടെ കോഫി. ഇവിടെ ടീക്ക് പകരം കോഫിയാണ് കുടിക്കാറ്. പിന്നെ ഇതുപോലെ കുഞ്ഞു പാക്കറ്റ് ന്യൂഡിൽസുകൾ, അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഡേറ്റ്സ്, ഇവിടെ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കും. ഡേറ്റ്സ് അതൊക്കെ. പിന്നെ നട്ട്സ്, ഇത് രണ്ടും മിക്സ് ചെയ്തൊരു ബൗളിൽ ഇവിടെ എപ്പോഴും ഉണ്ടാകും. പിന്നെ പച്ചമുളക്, പിന്നെ ഇത് മെഡിസിൻസാണ്. കുക്കുംബർ സാലഡിന്. പിന്നെ ഫ്രൂട്ടായിട്ട് ഗ്രേപ്സ്. പിന്നെ ബ്രെഡ്, ഒരു മീറ്റ് മസാല, ബീഫിൻ്റെ ഒരു മസാല മേടിച്ചതും. ദെൻ ചിക്കൻ നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി ചിക്കനും മേടിച്ചിട്ടുണ്ട്. സോ ബൈ.